വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ലയണൽ മെസ്സി രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും വിരമിച്ചു. കോപ്പ അമേരിക്ക ഫൈനലിൽ അർജന്റീന ചിലിയോട് തോറ്റതിന് പിന്നാലെയാണ് മെസ്സിയുടെ വിടവാങ്ങൽ. അതേസമയം ക്ലബ് ഫുട്ബോളിൽ തുടർന്നും കളിക്കുമെന്ന് താരം വ്യക്തമാക്കി. രാജ്യാന്തര ഫുട്ബോളിൽ തന്റെ കാലം കഴിഞ്ഞുവെന്നായിരുന്നു വിരമിക്കൽ തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മെസ്സിയുടെ പ്രതികരണം. മെസ്സിക്ക് പിന്നാലെ പ്രതിരോധ നിരയിലെ താരം ഹാവിയർ മഷ്റാനോയും സ്ട്രൈക്കർ സെർജിയോ അഗ്യൂറോയും വിരമിക്കൽ പ്രഖ്യാപിച്ചു. കോപ്പ അമേരിക്ക കിരീടം ചിലിക്ക്. അർജന്റീനയെ ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കീഴടക്കിയാണ് ചിലി കിരീടം ചൂടിയത്. 23 വർഷത്തിന് ശേഷം ഒരു ലോക കിരീടമെന്ന അർജന്റീനയുടെ സ്വപ്നം ഇതോടെ പൊലിഞ്ഞു. ഇനി ചോദ്യങ്ങളില്ല, ഉത്തരങ്ങളും. തോറ്റു എന്നൊറ്റ വാക്കിൽ പറയാം. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാനില്ല. തുടർച്ചയായ 3ാം ഫൈനലിലും നിരാശയോടെ മടക്കം. പ്രതീക്ഷിച്ചിരുന്നതല്ല, പക്ഷെ സംഭവിച്ചു. കാര്യകാരണങ്ങളിലേക്ക് കടക്കുന്നില്ല, അതിനൊന്നും ഇനി പ്രസക്തിയുമില്ല. ഗ്രൂപ്പ് ഘട്ടത്തിലും ക്വാർട്ടറിലും സെമിയിലും കണ്ട അർജന്റീന ആയിരുന്നില്ല ഫൈനലിൽ ഗ്രൗണ്ടിൽ കണ്ടത്. താളപ്പിഴകളും പന്തികേടുകളും മാത്രമായിരുന്നു അവരുടെ കൈമുതൽ. അപ്രതീക്ഷിതമായി ചില മുന്നേറ്റങ്ങൾ, പക്ഷെ അവയെല്ലാം ചിലിയുടെ പ്രതിരോധ കോട്ടയിൽ തട്ടിത്തകർന്നു. അപ്പോഴും ആരാധകർ പ്രതീക്ഷിച്ചു 80ാം മിനിറ്റിൽ, അല്ലെങ്കിൽ 90ാം മിനിറ്റിൽ, അതുമല്ലെങ്കിൽ എക്സ്ട്രാ ടൈമിൽ ഒരു ഗോൾ. പിന്നെ ഗാലറികളുടെ ആഹ്ലാദാരവങ്ങൾ. വിജയശ്രീലാളിതനായി മെസ്സി. എല്ലാം സ്വപ്നങ്ങൾ മാത്രമായി. ഒന്നും സംഭവിച്ചില്ല. പതിവ് പോലെ പടിക്കൽ കലമുടച്ചു. ഷൂട്ടൌട്ടിൽ വിദാലിന്റെ ഷോട്ട് അറോറ തടഞ്ഞപ്പോൾ ആരാധകരിൽ പ്രതീക്ഷ ഉണർത്തിയതാണ്. പക്ഷേ മെസ്സി, തൊട്ടടുത്ത നിമിഷം നിങ്ങൾ ഞങ്ങളുടെ ഹൃദയം തകർത്തു കളഞ്ഞു. ആ ഒരു ഷോട്ടിൽ തന്നെ ഞങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു വരാൻ പോകുന്ന ദുരന്തം. ചിലിയുടെ ആഹ്ലാദാരവങ്ങൾക്കിടയിൽ മെസ്സി നിങ്ങൾ ഒരു സാധാരണക്കാരൻ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം. ഈ തോൽവി നിങ്ങൾ അർഹിച്ചിരുന്നില്ലെങ്കിലും എങ്കിലും ഓർക്കുക, നിങ്ങൾ തോറ്റിരിക്കുന്നു. ഒരിക്കൽ കൂടി, ഒപ്പം ഞങ്ങളും. സ്പോർട്സ് ഡെസ്ക്. നാടകാചാര്യൻ കാവാലം നാരായണ പണിക്കർ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ വസതിയിൽ ഇന്നലെ രാത്രി 9:40 അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ കാവാലത്ത് നടക്കും. രാവിലെ മുതൽക്കേ തന്നെ തൃക്കണ്ണാപുരത്തെ നാടക കളരിയിൽ പൊതുദർശനം തുടരുകയാണ്. തിരുവനന്തപുരത്ത് തൃക്കണ്ണാപുരത്തെ വസതിയായ ഹരിശ്രീയിലായിരുന്നു നാടകാചാര്യനും കവിയും നാടക സംവിധായകനുമായ കാവാലം നാരായണ പണിക്കരുടെ അന്ത്യം. 88 വയസ്സായിരുന്നു. വാർദ്ധക്യ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന് ശ്വാസകോശത്തിൽ അർബുദവും ഉണ്ടായിരുന്നു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇന്നലെ രാത്രി 9:45 അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചു. പിന്നണി ഗായകനായ കാവാലം ശ്രീകുമാർ, പരേതനായ ഹരികൃഷ്ണൻ എന്നിവർ മക്കളാണ്. ശാരദാമണിയാണ് ഭാര്യ. മൃതദേഹം വീട്ടിന് സമീപത്തെ നാടക കളരിയിൽ പൊതുദർശനത്തിന് വെച്ചു. കാവാലത്തിന്റെ മരണവാർത്തയറിഞ്ഞ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും നാടകപ്രവർത്തകരും ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും രാഷ്ട്രീയ നേതാക്കളുമടക്കം നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത്. ചൊവ്വാഴ്ച മൃതദേഹം ജന്മനാടായ കാവാലത്തേക്ക് കൊണ്ടുപോകും. വൈകിട്ട് 4:30 സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും മൃതദേഹം സംസ്കരിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാവാലം നാരായണ പണിക്കർ ഓർമ്മയായപ്പോൾ നഷ്ടമായത് മലയാള നാടക പ്രസ്ഥാനത്തിന്റെ കുലപതിയെയാണ്. അദ്ദേഹത്തിന്റെ ജീവിതരേഖയിലേക്ക്. ആലോലുല ചേലുല പാലുല കിഴക്കുനേരെ മലക്കുമേലെ. തിരശ്ശീലയ്ക്ക് പിന്നിലെ കളിയരങ്ങുകൾക്ക് വെളിച്ചം മങ്ങിയ കാലം. യാന്ത്രികമായ നിഴലാട്ടങ്ങൾ ആസ്വാദക ചിത്തങ്ങളിൽ കരിന്തിരി കത്തിച്ച് പാവക്കൂത്താടിയ ആ ശൂന്യസ്ഥലിയിലേക്കായിരുന്നു യാഥാർത്ഥ്യബോധത്തിന്റെ രംഗാവിഷ്കാരങ്ങളുമായി കാവാലം നാരായണ പണിക്കർ കടന്നു വന്നത്. നമ്മുടെ തനത് നാടൻ കലകളുടെ നാടകീയ അന്തർധാരകളെ ഭാരതീയ പാരമ്പര്യത്തിന്റെ അടിസ്ഥാന ശിലകളുമായി വിളക്കിച്ചേർത്ത കാവാലം മലയാളികളുടെ സാമ്പ്രദായികമായ രംഗകലാ സങ്കല്പങ്ങളെ തന്നെ പൊളിച്ചടുക്കി. Sula Putrana
അവനവൻ കടമ്പിയും കരിങ്കുട്ടിയും തിരുവാഴിത്താനുമെല്ലാം ആ പരിവർത്തന ദശയുടെ പ്രതിബിംബങ്ങളായി. പൂർണ്ണമായും തന്റേതെന്ന് അവകാശപ്പെടാവുന്ന സൃഷ്ടികൾ മാത്രമല്ല, ഇതിഹാസങ്ങളെയും യവന കഥകളെയുമെല്ലാം കാവാലം തന്റെ കൽപ്പനയുടെ പണിപ്പുരയിൽ ശില്പഭദ്രതയോടെ ഉടച്ചുവാർത്തു. സംസ്കൃത നാടകങ്ങൾക്ക് കേരളത്തിൽ സ്വന്തമായൊരു വേദിയൊരുക്കിയ അദ്ദേഹം അവയെ വിശ്വനാടകവേദിയുടെ ദൃശ്യസമ്പന്നതയിലേക്ക് ആനയിച്ചു. നാടകങ്ങൾക്കപ്പുറം കവിതയിലും തന്റെ സ്വത്വബോധം തീർത്തയാളായിരുന്നു കാവാലം. കുട്ടനാടൻ കാർഷിക സംസ്കാരത്തിന്റെ താളവും തുടിയുമെല്ലാം ആ കവിതകളിൽ നിറഞ്ഞു നിന്നു. അരങ്ങു നിറഞ്ഞാടിയ കഥാഖ്യാനങ്ങളുടെ അണിയറയിലെ ആചാര്യൻ അരമൊഴിഞ്ഞുപോയി. തിരശ്ശീലയ്ക്കു പിന്നിൽ കളിയരങ്ങുകൾക്ക് ഒരിക്കൽ കൂടി വെളിച്ചം മങ്ങുന്നു. പഴുപ്പും കൊഴുപ്പും മുഴുപ്പും കൾച്ചറൽ ഡെസ്ക്. കാവാലം നാരായണ പണിക്കരുടെ മൃതദേഹം സോപാനം കളരിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുകയാണ്. ജിതിൻ, പൊതുദർശനം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ആയിരങ്ങളാണോ ഇപ്പോഴും നാടകാചാര്യനെ ഒരു നോക്കു കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്? അഞ്ചു തൃക്കണ്ണാപുരത്ത് കാവാലം സ്ഥാപിച്ച നാടകക്കളരിയായ സോപാനത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് പൊതുദർശനം തുടരുകയാണ്. ഒട്ടേറെ പ്രമുഖരാണ് ഇതിനോടകം തന്നെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇവിടെ എത്തിയത്. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. ഇന്ത്യൻ സാംസ്കാരിക രംഗത്തിനും കേരളത്തിലെ സാംസ്കാരിക രംഗത്തിനും വലിയ നഷ്ടമാണ് കാവാലത്തിൻ്റെ വിയോഗമെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. ഒപ്പം തന്നെ മുതിർന്ന CPM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദൻ, സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, മന്ത്രിമാർ, ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തുടങ്ങിയ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ നേരത്തെ കാവാലത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി തൃക്കണ്ണാപുരത്ത് സോപാനത്തിൽ എത്തിയിരുന്നു. ഒപ്പം സാമൂഹിക സാംസ്കാരിക സാംസ്കാരിക രംഗങ്ങളിലെ ഒട്ടേറെ പ്രമുഖർ ഇതിനോടകം തന്നെ ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. ഇപ്പോഴും സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കമുള്ള ഒട്ടേറെ പേർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുഴുവനും ഇവിടെ സോപാനത്തിൽ തന്നെയാണ് പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. തുടർന്ന് നാളെ പുലർച്ചെ 4 മണിയോടെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ കാവാലത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോവുക. തുടർന്ന് വൈകിട്ട് 4:30-ക്കാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോട് അടുത്താണ് കാവാലം അന്തരിച്ചത്. അപ്പോൾ മുതൽ തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഒട്ടേറെ പേരാണ് അദ്ദേഹത്തിൻ്റെ വസതിയായ തൃക്കണ്ണാപുരത്തെ ഹരിശ്രീയിലേക്ക് എത്തിയിരുന്നത്. തുടർന്ന് ഇന്നലെ രാത്രി വൈകിയാണ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും വസതിക്ക് അടുത്തു തന്നെയുള്ള അദ്ദേഹം സ്ഥാപിച്ച നാടകക്കളരിയായ സോപാനത്തിലേക്ക് മൃതദേഹം മാറ്റുകയും അവിടെ പൊതുദർശനം ആരംഭിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ന് മുഴുവനും ഇവിടെ പൊതുദർശനം തുടരും. തുടർന്ന് നാളെ പുലർച്ചെ ഇവിടെ നിന്നും മൃതദേഹം അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ കാവാലത്തേക്ക് കൊണ്ടുപോവുകയും നാളെ വൈകിട്ട് 4:30-ഓടുകൂടിയായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്യുക. ഇതിനോടകം തന്നെ ഒട്ടേറെ പ്രമുഖർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇവിടെ എത്തുകയുണ്ടായി. ഇപ്പോഴും ആ ജനപ്രവാഹം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കാവാലത്തിന്റെ മരണം ദേശീയ നാടകരംഗത്തിനും സാംസ്കാരിക രംഗത്തിനും കനത്ത നഷ്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം ദേശീയ തലത്തിൽ നാടകത്തെ ഉന്നത തലത്തിൽ എത്തിച്ചുവെന്നും നാടൻ ശൈലികളുടെ ഉപയോഗം കാവാലത്തെ സാധാരണക്കാർക്കിടയിൽ പ്രിയങ്കരനാക്കിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. മുൻ സ്പീക്കർ TS ജോണിന് അന്തിമോപചാരം അർപ്പിച്ച നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നിർമ്മാണ ഭരണ നേതൃതലത്തിൽ ഒരുപോലെ ശോഭിച്ച വ്യക്തിയായിരുന്നു TS ജോൺ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. TS ജോൺ കേരളത്തിലെ കർഷകരുടെ ശബ്ദമായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അതേസമയം കേരള കോൺഗ്രസിന്റെ പിളർപ്പിൽ വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ച വ്യക്തിയായിരുന്നു TS ജോൺ എന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ആദർശാധിഷ്ഠിത പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹമെന്ന് O രാജഗോപാലും അനുസ്മരിച്ചു. ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന് ഉൾഫ ബോഡോ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. അന്വേഷണത്തോടുള്ള നിസ്സഹകരണവും ക്രൂരതയുടെ വ്യാപ്തിയുമാണ് അസം തീവ്രവാദ സംഘടനകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കാൻ കാരണമായിരിക്കുന്നത്. അതേസമയം പോലീസ് കസ്റ്റഡിയിൽ തുടർച്ചയായി 7-ാം ദിവസം അമീറുലിനെ
ചോദ്യം ചെയ്തു വരികയാണ്. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ചോദ്യം ചെയ്യൽ തുടരുകയാണോ? നിർണായകമായ എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? അഞ്ജു, അമീറുൽ ഇസ്ലാമിന്റെ ക്രൂരതയുടെ ആഴമാണ് ഇയാൾക്ക് തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് പോലീസ് സംശയിക്കാനിടയായത്. അസമിൽ അമീറിന്റെ വീട്ടിലെത്തിയ പോലീസ് സംഘമാണ് ഇയാൾക്ക് ഉൾഫ ബോഡോ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുന്നത്. ഇതിനായി അസം തീവ്രവാദ വിരുദ്ധ സേനയുടെ സഹായവും പോലീസ് തേടിയിട്ടുണ്ടെന്നാണ് വിവരം. തുടർച്ചയായി 7ാം ദിവസവും ഇയാളെ ചോദ്യം ചെയ്യുമ്പോഴും അന്വേഷണവുമായി കാര്യമായി സഹകരിക്കാത്ത മനോഭാവം, ഇത്തരത്തിൽ പ്രത്യേക പരിശീലനം ലഭിച്ച തീവ്രവാദ സംഘടനകളിൽപ്പെട്ടവർക്ക് മാത്രമേ കഴിയൂ എന്നും പോലീസ് നിഗമനമുണ്ട്. തീവ്രവാദ സംഘടനകളിൽപ്പെട്ട പലരും കേരളത്തിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് അമീറുളിന് അത്തരം പശ്ചാത്തലമുണ്ടോ എന്ന് പരിശോധിക്കുന്നത്. 10ാം വയസ്സിൽ വീട് വിട്ടിറങ്ങിയ ഇയാൾ കേരളത്തിൽ എത്തുന്നതിന് മുൻപ് എവിടെയായിരുന്നു എന്നത് വ്യക്തമല്ല. ലൈംഗിക വൈകൃത സ്വഭാവക്കാരനായതിനാൽ പെട്ടെന്നുണ്ടായ വികാരം കൊലപാതകത്തിലേക്ക് വഴിവെച്ചിട്ടുണ്ടാകാമെന്നും അന്വേഷണ സംഘം കരുതുന്നുണ്ട്. അതേസമയം DNA പരിശോധനാ ഫലം ലഭിച്ച ശേഷം മാത്രമായിരിക്കും തെളിവെടുപ്പ് നടക്കുകയെന്നാണ് സൂചന. അഞ്ജു. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. കർണാടക റാഗിംഗ് കേസിൽ ഗുൽബർഗ ഡിവൈഎസ്പി ജാൻവി റാഗിങ്ങിനിരയായ പെൺകുട്ടിയിൽ നിന്ന് മൊഴിയെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മൊഴിയെടുത്തത്. എന്നാൽ റാഗിംഗ് ആണോ ആത്മഹത്യാ ശ്രമമാണോ എന്ന് ഈ ഘട്ടത്തിൽ പറയാനാകില്ലെന്ന് ഡിവൈഎസ്പി വ്യക്തമാക്കി. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. Madam, the college authorities and the hostel authorities, they are saying that it's a suicide attempt. They are raising their stand like that. It's a suicide attempt. What's your opinion? What's your observation? Whether it's a suicide attempt or forceful ragging? That is still under investigation. തലസ്ഥാനത്ത് വ്യാപകമായി ABVP ആക്രമണം. തിരുവനന്തപുരം ഒറ്റശേഖരമംഗലത്ത് വിദ്യാർത്ഥികൾക്ക് നേരെ ABVP ആക്രമണമുണ്ടായി. +2 സ്കൂളിലാണ് ആക്രമണമുണ്ടായത്. ABVP നടത്തിയ പഠിപ്പ് മുടക്കൽ സമരത്തിന്റെ ഭാഗമായിരുന്നു ആക്രമണം. നേമത്ത് ഹോമിയോ കോളേജിലും ABVPയുടെ ആക്രമണത്തിൽ 4 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ നിയമസഭാ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തലശ്ശേരിയിൽ ദളിത് യുവതികൾക്കെതിരെ കേസെടുത്ത നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. തിരുവനന്തപുരത്തും പാലക്കാട്ടും 2 കുടുംബങ്ങളിലെ 4 കുട്ടികൾ ഉൾപ്പെടെ 8 പേരെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരത്ത് തോന്നയ്ക്കലിലും പാലക്കാട് മാത്തൂരുമാണ് 2 കുടുംബങ്ങളെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക ബാധ്യതയും കുടുംബ പ്രശ്നങ്ങളുമാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തോന്നയ്ക്കലിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന കുളത്തൂപ്പുഴ സ്വദേശി ശ്രീകുമാർ, ഭാര്യ ശുഭ, മക്കളായ വൈഗ, ഡാൻ കെ വിനായക് എന്നിവരെയാണ് ഇന്ന് രാവിലെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച മുതൽ ഇവരെ പുറത്തേക്ക് കാണാനുണ്ടായിരുന്നില്ല. ബന്ധുക്കൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ആത്മഹത്യാ വിവരം പുറം ലോകം അറിഞ്ഞത്. സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് സൂചന. അടിച്ച ലോട്ടറി 41 ലക്ഷം രൂപ നൽകി വാങ്ങിയെന്നും എന്നാൽ ഇത് വ്യാജമായിരുന്നുവെന്നും ശ്രീകുമാറിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തും കൌൺസിലറുമായ വിക്രമൻ. ശ്രീകുമാർ കുളത്തൂരാണ് താമസിക്കുന്നത്. ഇവരുടെ വൈഫ് എറണാകുളത്തുള്ളതാണ്. ഇവർ ഈ വീട്ടിൽ താമസമായിട്ട് 2-3 വർഷം കഴിഞ്ഞു. പാലക്കാട് മാത്തൂരിൽ 4 പേരടങ്ങുന്ന കുടുംബം ആത്മഹത്യ ചെയ്തു. നെല്ലിയാമ്പറമ്പ് സ്വദേശി ബാലകൃഷ്ണൻ, ഭാര്യ രാധാമണി, മക്കളായ ദൃശ്യ, ദർശന എന്നിവരാണ് മരിച്ചത്. രാത്രി 10 മണിയോടെ 4 പേരെയും വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുഴൽമന്നം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുടുംബ പ്രശ്നങ്ങളാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്, തിരുവനന്തപുരം. ജിഷ കൊലപാതകത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിൽ ആരുടെ അക്രമത്തിനും എപ്പോൾ വേണമെങ്കിലും ഇരയായേക്കാമെന്ന അവസ്ഥയിലാണ് എറണാകുളം ഗാന്ധിനഗറിലെ വിവാഹപ്രായമെത്തിയ പെൺകുട്ടി ഉൾപ്പെടുന്ന കുടുംബം. 30 വർഷമായി കനാൽ പുറമ്പോക്കിൽ താമസിക്കുന്ന ഇവർക്ക് അടച്ചുറപ്പില്ലാത്ത വീടില്ലാത്തതാണ് ആശങ്കയ്ക്ക് കാരണം. മേൽക്കൂരയിലെ ചോർച്ചയേക്കാൾ തൊട്ടരികിലെ പേരണ്ടൂർ കനാലിൽ നിന്നുമുള്ള അഴുക്കുവെള്ളമാണ് മഴക്കാലത്ത് എറണാകുളം ഗാന്ധിനഗർ കരിത്തല കോളനിയിലെ ഈ കുടുംബത്തിന്റെ ഉറക്കം കെടുത്തുന്നത്. 63-കാരൻ കണ്ണനും ഭാര്യ 58-കാരി ഫിലോമിനയ്ക്കുമൊപ്പം 23-കാരിയായ മകൾ ജ്യോതിയും ഇവിടെയാണ് താമസം. കനാൽ പുറമ്പോക്കിലെ ഈ വീട്ടിലേക്കുള്ള വഴി റെയിൽവേ മതിൽ കെട്ടി അടച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇതോടെ വഴിക്കൊപ്പം റെയിൽവേയിൽ നിന്ന് ലഭ്യമായിരുന്ന കുടിവെള്ളവും ഇവർക്ക് അന്യമാകുന്നു. ശ്വാസമുട്ട് രോഗമുള്ള കണ്ണന് ചെരുപ്പ് കുത്തി കിട്ടുന്നതുകൊണ്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതായതോടെ അവിവാഹിതയായ മകൾ ജ്യോതി വീട്ടുവേലയ്ക്ക് പോയാണ് ഈ കുടുംബം പട്ടിണിയകറ്റുന്നത്. വൃക്ക സംബന്ധമായ അസുഖത്താൽ ബുദ്ധിമുട്ടുന്ന ഫിലോമനെ അടക്കമുള്ളവർക്ക് ഈ പാലം കടക്കണം പുറത്തിറങ്ങാൻ. ഒരു കെട്ടിക്കറിയാൻ മോളുണ്ട്, അതിനെങ്ങോട്ട് വല്ല വീടുകളിലും പോയി കിടക്കണത്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമില്ലാത്തതാണ്. ആശുപത്രിയിൽ പോലും ഈ വെള്ളം കയറി ഞങ്ങൾ പോകാൻ പറ്റിയല്ല. ചിലപ്പോൾ എൻ്റെ കൊച്ചി എന്നെ എടുത്തിട്ടൊക്കെയാണ് പോണത്. വീട് വെക്കാൻ സഹായത്തിനായി മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടിക്ക് 4 തവണ അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് ഇവർ പറയുന്നു. ഇവരെ സഹായിക്കാൻ സുമനസ്സുള്ളവർക്ക് ബാങ്ക് ഓഫ് ബറോഡയുടെ കലൂർ ശാഖയിലെ ഈ അക്കൗണ്ട് നമ്പറോ 9037325516 എന്ന മൊബൈൽ നമ്പറോ ഉപയോഗിക്കാം. വിവാഹപ്രായമെത്തിയ പെൺകുട്ടിയുമായി സുരക്ഷിതമല്ലാത്ത വീട്ടിൽ ആധിയോടെയാണ് ഇവർ കഴിയുന്നത്. ഇവരുടെ ദയനീയാവസ്ഥ പരിഹരിക്കാൻ സർക്കാരിന്റെ ഉദാത്തമായ ഇടപെടലുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കൊച്ചിയിൽ നിന്ന് അഭിലാഷ് നിലമ്പൂരിനൊപ്പം സമീർ വടങ്ങോട്.